Good morning. Good morning. Happy New Year. Happy New Year, Miss. Okay, Happy New Year. ഇനി ആരാനുള്ളത് ഷിബിലുണ്ടല്ലേ? ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഇത് നമ്മളുടെ പുതിയ വർഷത്തിലെ ആദ്യത്തെ ദിവസമാണ് അല്ലെ? ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു കേട്ടോ. ഞാൻ കരുതി ഇന്ന് ന്യൂ ഇയർ ആയിട്ടെങ്കിലും കുറച്ച് പേര് അധികം ജോയിൻ ചെയ്യുന്നു വിചാരിച്ചു. ആരും കാണുന്നില്ലല്ലോ പറ്റി. ന്യൂ ഇയർ ആയതുകൊണ്ടാവും അല്ലെ? ന്യൂ ഇയർ ആകുമ്പോ പുതിയൊരു തുടക്കം. ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നു കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് അതിനൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണോ നമുക്ക്? പിന്നെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ? എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എനിക്ക് നോർമൽ ആയിരുന്നു എല്ലാ ദിവസത്തെ പോലെ. ന്യൂ ഇയർ എന്നൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ആണല്ലേ? പിന്നെ ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു. അപ്പൊ അതില് മിസ്സിന്റെ ഒക്കെ ഡാൻസ് കണ്ടായിരുന്നു കേട്ടോ. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. പ്രോഗ്രാം ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ? പിന്നെ അടിപൊളിയായിരുന്നു പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാംസും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നല്ല രസമായിരിക്കും. എന്നാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. അതില് ഞങ്ങളുടെ മിസ്സുമാരൊക്കെ കാണും. ഞാൻ ഹൗസ് വൈഫാണ്. കഴിഞ്ഞോ രാവിലത്തെ വീട്ടിലെ പണികളൊക്കെ തീർന്നോ? ഇനി ഇതിന്റെ ഇടയിൽ തന്നെ അടുക്കളയിലേക്ക് ഉച്ചക്കലത്തേക്ക് ഉള്ളതും ചെയ്തോണ്ടിരിക്കും. ക്ലാസ് കേട്ടാ മതിയോ? ഇതിന്റെ ഇടയ്ക്കുള്ള പണികൾ നടന്നോട്ടെ, ക്ലാസ് കേട്ടിരുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നല്ലൊരു വർഷം ആവട്ടെ. നമുക്ക് നല്ല സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ഒരു വർഷം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല. ജോയിൻ ചെയ്യുന്നവർ വരട്ടെ. ഓക്കെ, നമ്മള് ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സില് പറഞ്ഞു നിർത്തിയത് നമ്മുടെ എംപ്ലോയിയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട 38ാമത്തെ 38ാമത്തെ സെക്ഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സിൽ. അതായത് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ അല്ലെ? അതായത് തീപിടുത്തത്തിനെതിരെയായിട്ടുള്ള മുൻകരുതലുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 38 കേട്ടോ. അവിടെ സെക്ഷൻ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സെക്ഷൻ 38 ആണ് കേട്ടോ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ അല്ലെ? തീപിടുത്തത്തിനെതിരായിട്ടുള്ള മുൻകരുതലുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 38.
8. ഓക്കെ, അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? Every factory needs to be adequately equipped to save its employees in the situation of fire. അല്ലെ, ഫാക്ടറിയിൽ പെട്ടെന്ന് എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്താണ് ജീവനക്കാരെ സേവ് ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഫാക്ടറികളിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അല്ലെ എന്ന് പറയുന്ന വ്യവസ്ഥയാണിത് സെക്ഷൻ 38. ഓക്കെ, എന്തെങ്കിലും കാരണവശാല് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് ജീവനക്കാരുടെ സേഫ്, അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം, എല്ലാ ഫാക്ടറികളിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 38 ആണ്. ഓക്കെ, പിന്നെ the fire exits should be locked or shut in such a manner that they can be opened with the slightest effort from inside and opened towards outside except in cases of sliding doors. അപ്പൊ ഈ പറയുന്ന ഫയർ എക്സിറ്റുകള് നമ്മൾ ഏത് രീതിയിലാണ് അടച്ചു വെക്കേണ്ടത്? അതായത് നമുക്ക് അകത്ത് നിന്ന് തുറക്കാൻ കഴിയുന്ന രീതിയിൽ, അതായത് വളരെ മിനിമൽ എഫർട്ടോട് കൂടിയിട്ട്, വലിയൊരു എഫർട്ട് എടുത്തിട്ടല്ല, വളരെ സ്ലൈറ്റസ്റ്റ് എഫർട്ടോട് കൂടിയിട്ട്, ഒരു മിനിമൽ എഫർട്ടോട് കൂടിയിട്ട് നമുക്ക് അകത്ത് നിന്നും പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫയർ എക്സിറ്റുകൾ എന്ത് ചെയ്യേണ്ടത്? അടയ്ക്കേണ്ടത്. ഒരിക്കലും സ്ലൈഡിംഗ് ഡോറുകളല്ല അവിടെ പറയുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ടൈപ്പ് അല്ല. നമുക്ക് അകത്ത് നിന്ന് പുറത്തോട്ടേക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അതും ഒരു മിനിമം എഫർട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഫയർ എക്സിറ്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? The fire exits must be clearly indicated in a language that can be understood by all workers. അതുപോലെ തന്നെ ഈ ഫയർ എക്സിറ്റുകൾ അത് കൃത്യമായിട്ട് അവിടുത്തെ എംപ്ലോയീസിന്, അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായിട്ട് ഫയർ എക്സിറ്റുകൾ അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. എവിടെയൊക്കെയാണ് ഫയർ എക്സിറ്റുകൾ ഉള്ളതെന്ന് കൃത്യമായിട്ട് എല്ലാ വർക്കേഴ്സിനും മനസ്സിലാകുന്ന ലാംഗ്വേജില് അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. കാര്യം ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ അവിടെ പല ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, ചിലപ്പം പല പല ലാംഗ്വേജുകളിലുള്ള ആളുകളും മറ്റൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ലാംഗ്വേജില് ഫയർ എക്സിറ്റുകൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? There should be provision for loud and clear ways of warning workers in case of fire. ഇനി എന്തെങ്കിലും കാരണവശാല് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടുള്ള അലാം സംവിധാനങ്ങള്, അതായത് വളരെ ലൗഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അലാം സംവിധാനങ്ങള് എവിടെ ഉണ്ടായിരിക്കണം? ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 38. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ് കേട്ടോ. അപ്പൊ എന്താണ്? എല്ലാ ഫാക്ടറികളിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഫയർ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് എംപ്ലോയീസിനെ സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫയർ എക്സിറ്റുകൾ എപ്പോഴും നമുക്ക് അകത്ത് നിന്ന് പുറത്തേക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിൽ, അതും ഒരു മിനിമൽ എഫർട്ടോട് കൂടിയിട്ട് നമുക്ക് പുറത്തേക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഫയർ എക്സിറ്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ഫയർ എക്സിറ്റുകളും അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണവശാല് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് ജീവനക്കാരെ അറിയിക്കുന്നതിനായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും അലാം സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? Every room of the factory must contain a free passage way to the fire exit that is conveniently accessible to every worker. അതായത് നമ്മളൊരു ഫാക്ടറിയിലെ എല്ലാ റൂമുകളിലും ഈ പറയുന്ന ഫയർ എക്സിറ്റിലേക്കായിട്ട് വർക്കേഴ്സിന് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഫയർ എക്സിറ്റിലോട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. അതായത് അത് ഒരു ഫാക്ടറിയിൽ എത്ര റൂംസുകൾ ഉണ്ടോ അവിടെ എല്ലാം തന്നെ ഈ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ എക്സിറ്റിലേക്ക് പെട്ടെന്ന് നമുക്ക് ഓടിയെത്താനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ അതേ രീതിയിൽ വർക്കേഴ്സിന് വളരെ ആക്സസിബിൾ ആവുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആവുന്ന രീതിയിൽ ഫയർ എക്സിറ്റിലേക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു എന്തായിരിക്കണം? വഴി ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? The state government should make clear-cut rules recommending
the ways of escaping fire. അതുപോലെ തീപിടുത്തത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസും ക്ലിയർ കട്ട് ആയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്നും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലിയർ കട്ട് ആയിട്ടുള്ള എല്ലാ റൂൾസുകളും ആർക്ക് മുന്നോട്ട് വെക്കാവുന്നതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്? The chief inspector has the authority to recommend detailed measures that can be taken in relation with the act and regulations set by the state government. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന റെഗുലേഷൻസും പിന്നെ നമ്മുടെ ആക്ട്, ഏത് ആക്ട് ആണ്? ഫാക്ടറീസ് ആക്ട് അല്ലെ? നമ്മൾ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആക്ടിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെ. 1948 നമ്മുടെ ഫാക്ടറീസ് ആക്ടും അനുസരിച്ചും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെഗുലേഷൻസിന് അനുസരിച്ചുകൊണ്ടും ഈ പറയുന്ന എല്ലാവിധ നടപടികളും റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുമുണ്ട്? ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്കുണ്ട്. അതായത് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറി. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ ആ ഫാക്ടറിയുടെ ഇൻസ്പെക്ടറിനും അതിനുള്ള അതോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനും എങ്ങനെയാണ് ആ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെക്കുന്നത്? ഒന്ന് നമ്മുടെ ഫാക്ടറീസ് ആക്ടിനനുസരിച്ചും പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, ഇതിന് രണ്ടിനും അനുസരിച്ച് കൊണ്ടുള്ള എന്താണ് പ്രൊസീജിയറുകള് കൊടുക്കാൻ, അല്ലെങ്കിൽ അത്തരം പ്രൊസീജിയറുകളെ നിർദ്ദേശിക്കാനുള്ള അധികാരം ആർക്കും ഉണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ the inspector also has the power to add new provisions of escape to the existing ones if he does not find the existing provisions adequate and put the new ones in writing. അതായത് അതോടൊപ്പം തന്നെ ചീഫ് ഇൻസ്പെക്ടർക്ക് ഇപ്പൊ നിലവില് നമ്മൾ എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള ആ ഒരു വ്യവസ്ഥകളെ പറ്റിയിട്ട് അവലോകനം ചെയ്യാനും, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫയർ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതിനു വേണ്ടിയിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസുകളും അവലോകനം ചെയ്യാനും, അതുപോലെ തന്നെ നിലവിലുള്ള പ്രൊവിഷൻസുകളിലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പുതിയ വ്യവസ്ഥകൾ അതിലേക്ക് ആഡ് ചെയ്യാനും അത് രേഖാമൂലം ഡോക്യുമെന്റ് ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്കുണ്ട്. ഫാക്ടറിയെ സംബന്ധിച്ച് അവിടെ ചീഫ് ഇൻസ്പെക്ടർക്ക് വലിയൊരു റോൾ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? അപ്പൊ നിലവില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാല് അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ട് നിലവിലുള്ള പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി അവലോകനം ചെയ്യാനും ഇനി ആ പറയുന്ന പ്രൊവിഷൻസുകളിലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പുതിയ പ്രൊവിഷൻസുകളെ ആഡ് ചെയ്യാനും അത് രേഖാമൂലം തന്നെ ഡോക്യുമെന്റ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 38 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ? സെക്ഷൻ 38 എന്ന് പറയുന്നത് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ ആണ് കേട്ടോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ? എല്ലാ ഫാക്ടറികളിലും തീപിടുത്തത്തിനെതിരായിട്ട് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് വർക്കേഴ്സിന്റെ ലൈഫ് സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഫയർ എക്സിറ്റുകൾ ഉണ്ടായിരിക്കണം. അതെപ്പോഴും അകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിൽ, സ്ലൈഡിംഗ് ഡോറുകളല്ല ഉദ്ദേശിക്കുന്നത്, പുറത്തേക്ക് നമുക്കൊരു മിനിമൽ എഫർട്ടോടുകൂടി തുറക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഫയർ എക്സിറ്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ എല്ലാ വർക്കേഴ്സിനും മനസ്സിലാകുന്ന ആ ഒരു ലാംഗ്വേജില് ഫയർ എക്സിറ്റുകൾ അവിടെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് ഫയർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ അറിയിക്കാനും പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങള്, അലാം സംവിധാനങ്ങള് ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫാക്ടറിയിലെ എല്ലാ റൂമുകളിൽ നിന്നും ഫയർ എക്സിറ്റിലേക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാസേജ്, ഒരു വഴി ഉണ്ടായിരിക്കണം. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുന്നോട്ട് വെക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുണ്ട്. അതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഫാക്ടറി ആക്ടിന്റെ എന്താണ് നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഈ പറയുന്ന എന്താണ് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ ചീഫ് ഇൻസ്പെക്ടർക്കും അധികാരമുണ്ട്. അതുപോലെ നിലവിലുള്ള പ്രൊവിഷൻസുകൾ പരിശോധിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പുതിയ പ്രൊവിഷൻസുകൾ ആഡ് ചെയ്യാനും അത് രേഖാമൂലം നിർദ്ദേശിക്കാനും ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഓക്കെ, ഏത് വ്യവസ്ഥയാണത്? അല്ല, ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 38 ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ?
അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള് മനസ്സിലായല്ലോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ സെക്ഷൻ 38? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 39 ആണ് കേട്ടോ. സെക്ഷൻ 39 എന്താണ് നോക്കിയേ? സ്പെസിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി ആണ് കേട്ടോ. സെക്ഷൻ 39 എന്താണ്? സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. അതായത് നമ്മള് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ദാറ്റ് മീൻസ് നമ്മളൊരു ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, അതുപോലെ തന്നെ മറ്റുള്ള മെഷീനറീസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ, തകരാറുള്ള ഭാഗങ്ങൾ, അത് തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ നമ്മൾ എക്യുപ്മെന്റ്സുകളുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 39 എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ്? അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്സുകള്, തകരാറുള്ള ഭാഗങ്ങള്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, മെഷീനറീസിന്റെ ഒക്കെ ഡിഫക്റ്റീവ് പാർട്ടുകൾ തിരിച്ചറിയുകയും അതുപോലെ തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി, ഓക്കെ, ഇതിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 39 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ നോക്കാം. The factory inspector might give a detailed description of the faulty parts or test of stability, and in this regard might ask the manager to produce the details, drawings and other important documents, or might opt for some specific test conducted in a specific way. അതായത് ഇതെന്താണ് പറയുന്നത്? നമ്മുടെ ഫാക്ടറി ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അപ്പോൾ ആ ഒരു ഫാക്ടറിയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ മെഷീനറീസുകളുടെയൊക്കെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങള്, തകരാറുള്ള ഭാഗങ്ങള്, അതുപോലെ അത്തരം എക്യുപ്മെന്റ്സുകളുടെയും മെഷീനറികളുടെയൊക്കെ സ്റ്റെബിലിറ്റി ടെസ്റ്റുകളെ പറ്റിയൊക്കെ അവരൊരു പക്ഷെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. കാര്യം എന്താണ്? അതായത് സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ എക്യുപ്മെന്റ്സുകൾ, മെഷീനറീസ് ഒക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസോ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എങ്കിൽ മാത്രമാണ് അത് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എഫിഷ്യന്റ് ആയിട്ട് അത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളെ സംബന്ധിച്ചും പിന്നെ സ്റ്റെബിലിറ്റി ടെസ്റ്റുകളെ പറ്റിയൊക്കെ ഈ പറയുന്ന ഫാക്ടറി ഇൻസ്പെക്ടർ ഒരു പക്ഷെ അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? മാനേജർമാരോട് അതിന്റെ ഡീറ്റെയിൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോയിങ്സ്, മറ്റുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ മാനേജർമാരോട് ആവശ്യപ്പെട്ടേക്കാം. അതുപോലെ മറ്റേതെങ്കിലും രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനും അവർക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതിനുള്ള അധികാരം ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 39. ഓക്കെ, സെക്ഷൻ 39 എന്താണ്? നമ്മുടെ ഫാക്ടറിയിലെ ഇൻസ്പെക്ടർക്ക് ആ ഒരു ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളുടെയും മെഷീനറീസുകളുടെയും ഡിഫക്റ്റീവ് പാർട്ടുകളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ മാനേജർമാരോട് ആവശ്യപ്പെടാം. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും, ഡ്രോയിങ്സുകളും, ഡോക്യുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യും? മാനേജർമാരോട് അവര് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനും ആർക്ക് നിർദ്ദേശിക്കാം? ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതിന് അവർക്ക് അനുവാദം നൽകുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 39 എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ ആണ്. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്, സെക്ഷൻ 40 കേട്ടോ. 40ാമത്തെ സെക്ഷൻ ആണ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. അതായത് നമ്മുടെ ഫാക്ടറിയുടെ ബിൽഡിംഗ്സ്, അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസുകൾ, അവയുടെയൊക്കെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 40. എന്താ നോക്കാം. ഇൻ കേസ് ദ ഇൻസ്പെക്ടർ ഒബ്സർവ്സ് ദാറ്റ് എനി ബിൽഡിംഗ് ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് or a plant or machinery of the factory in any manner is not safe for the employees to use or venture, he can instruct the owner or manager in writing to take the measures to repair it within the stipulated time period. അതായത് ഇപ്പൊ ഒരു ഫാക്ടറി കെട്ടിടമാവാം, ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാവാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഷീനറികളൊക്കെ അത് ജീവനക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് സുരക്ഷിതമല്ല എന്ന് ചീഫ് ഇൻസ്പെക്ടർ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ
അത്തരം ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാരോട് രേഖാമൂലം നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അങ്ങനെ പറയുന്ന ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 40. ഓക്കെ, ചിലപ്പോ ആ ഒരു ഫാക്ടറിയുടെ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഭാഗങ്ങളാണ്. ചില ബിൽഡിങ്ങുകൾ ചിലപ്പോൾ എന്തായിരിക്കും, പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ ഉണ്ടായിരിക്കാം, ചില ഭാഗങ്ങൾ അങ്ങനെയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെഷീനറീസുകളാവാം, മറ്റേതെങ്കിലും എക്യുപ്മെന്റ്സുകളാവാം. അത് ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും അവർക്കത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിപ്പിക്കാനും സുരക്ഷിതമല്ല എന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, ചീഫ് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ആ ഫാക്ടറിയുടെ ഓണറിനോട് അല്ലെങ്കിൽ മാനേജർമാരോട് രേഖാമൂലം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതെല്ലാം തന്നെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിനോട് അല്ലെങ്കിൽ അതിന്റെ ഓണറിനോട് രേഖാമൂലം നിർദ്ദേശിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ചീഫ് ഇൻസ്പെക്ടർക്ക് സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല, he can also ban the use of the building or a part of it in any manner or a plant or machinery of the factory if it is life threatening until it is satisfactorily repaired or restored. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇത് തന്നെയാണ്, ഏതെങ്കിലും ഭാഗങ്ങള്, ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ പ്ലാന്റോ മെഷീനറിയോ അതെല്ലാം തന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നത് വരെ അതിന്റെ ഉപയോഗം റദ്ദാക്കാനുള്ള അധികാരം കൂടെ ആർക്കുണ്ട്? ഇൻസ്പെക്ടർക്ക് ഉണ്ട്. കാര്യം അത് വളരെ ലൈഫ് ത്രെട്ടനിങ് ആണ്, അല്ലെങ്കിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നത് വരെ, അല്ലെ, ഇത് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അത് റിപ്പയർ ചെയ്യുന്നത് വരെ അതിന്റെ ഉപയോഗം റദ്ദാക്കാൻ, അത്രയും സമയത്ത് ഉപയോഗിക്കാതിരിക്കാനുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഓക്കെ, അടുത്തത്, if the inspector finds any building or part of a building in such a condition that it cannot be satisfactorily repaired and can be harmful to the well-being of the workers, he can instruct the owner or manager in writing to take specified measures before the stipulated time period. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവരുടെ ഈ പറയുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെ? അവരുടെ ക്ഷേമത്തിനും അവരുടെ സേഫ്റ്റിക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അത് വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ റിപ്പയർ ചെയ്യുന്നത് വരെ അതിന്റെ ഉപയോഗം റദ്ദാക്കാനും അല്ലെങ്കിൽ അത് സേഫ് ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ രേഖാമൂലം ചീഫ് ഇൻസ്പെക്ടർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 40 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 41 ആണ് കേട്ടോ. എന്താണ്? പവർ ടു മേക്ക് ദ റൂൾസ് കേട്ടോ. പവർ ടു മേക്ക് റൂൾസ്, റൂൾസുകള് ഉണ്ടാക്കാനുള്ള ആ ഒരു അധികാരത്തെ പറ്റിയിട്ടാണ് സെക്ഷൻ 41 പറയുന്നത് കേട്ടോ. ആർക്കാണ് അതിനുള്ള അധികാരം കൊടുക്കുന്നതെന്നൊന്നും നോട്ട് ചെയ്യുക കേട്ടോ. ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു മേക്ക് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് related to the provisions for new machines and safety measures of workers employed in those factories. അതായത് നമ്മൾ ഈ പറയുന്ന ഫാക്ടറികളില് പുതിയ മെഷീനറികൾ ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ മെഷീനറീസുകൾക്കുള്ള വ്യവസ്ഥകള്, അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഈ പറയുന്ന ജീവനക്കാരുടെ സുരക്ഷാ നടപടികളെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും, അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്ന് ശാസിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 41 എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഫാക്ടറികളില് പുതിയ പുതിയ മെഷീനറികള് ഉപയോഗിക്കാനുള്ള വ്യവസ്ഥകളെ പറ്റിയിട്ട്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷാ നടപടികളെ സംബന്ധിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനുള്ള ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 41. ഓക്കെ, ടു പവർ ടു മേക്ക് ദ റൂൾസ് കേട്ടോ. അപ്പൊ ആർക്കുള്ള പവറിനെ പറ്റിയാണ് അവിടെ നമ്മൾ പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ആ ഒരു പവർ കൊടുക്കുന്നത് കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസുകൾ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറീസ് ആക്ടിന്റെ സെക്ഷനുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നമ്മളൊരു 21 തൊട്ടുള്ള സെക്ഷൻസ് ആണ്, 21 തൊട്ട് 41 വരെയുള്ള സെക്ഷൻസുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. അപ്പൊ ഓരോ സെക്ഷന്റെ അകത്ത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സെക്ഷനുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇപ്പൊ ഫാക്ടറീസ് ആക്ടിന്റെ സെക്ഷൻ 41 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
അല്ലെങ്കിൽ സെക്ഷൻ 38 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 40 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ രീതിയിലാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലായി. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ആ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു 3 സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? 4 സെക്ഷൻസ്, 38, അതുപോലെ 39, 40, 41. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്, അതായത് ജോലി സ്ഥലത്തുള്ള എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് കേട്ടോ. എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ 8 പോയിന്റുകളാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് കേട്ടോ. 8 പോയിന്റ്സുകളാണ്. പോയിന്റുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ആദ്യം നമുക്ക് ആ പോയിന്റുകൾ ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ, അവോയ്ഡിങ് ആക്സിഡൻസ് കേട്ടോ. അവോയ്ഡിങ് ആക്സിഡൻസ്, ആക്സിഡൻസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തത് മിനിമൈസസ് കോസ്റ്റ്, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ, അതായത് നമുക്ക് എംപ്ലോയിയുടെ സംതൃപ്തി, കണ്ടന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എംപ്ലോയീസിന്റെ ആ ഒരു സംതൃപ്തിയും പിന്നെ അവരുടെ ഡിവോഷൻ, ഡിവോഷൻ എന്ന് പറയുമ്പോൾ ഭക്തി എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിന് നമ്മുടെ ആ ഒരു സ്ഥാപനത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താനായിട്ട്, മെച്ചപ്പെടുത്തല്ല വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ലീഗൽ കംപ്ലൈന്റ്സ്, അതായത് ഈ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അത് തികച്ചും എന്താണ്, നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നമുക്ക് വ്യാവസായിക ബന്ധങ്ങൾ കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ ആറാമത്തെ എന്താണ്, ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാംസ്, ഈ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസുകള്, അതിന്റെ പ്രോസസ്സുകള്, പ്രൊസീജിയറുകള്, അത് കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഔപചാരികമാക്കി മാറ്റാൻ സാധിക്കുന്നു, ഫോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി, അല്ലെ, അത് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു. എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത, ജോലി ചെയ്യാനുള്ള അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി, അവരുടെ എഫിഷ്യൻസിനെ അത് വളരെയധികം എന്ത് ചെയ്യുന്നു, മെച്ചപ്പെടുത്തുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്, ബൂസ്റ്റ് എംപ്ലോയി മൊറാലെ, അല്ലെ, അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അത് കുറച്ചുകൂടെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് നമുക്ക് 8 പോയിന്റുകൾ നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്, ആ പോയിന്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് ബാക്കിയുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, അവോയ്ഡിങ് ആക്സിഡൻസ്, അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെ. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി diminishes the chances of accidents as it installs the required safety devices accurately and informs the employees regarding crucial safety aspects. അതായത് ഈ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അത് അപകടങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്, അല്ലെ. അപകടങ്ങൾ ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസസിനെ അത് ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. കാര്യം എന്താണ്, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള എല്ലാ സേഫ്റ്റി ഡിവൈസസുകളും എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സുകളും നമ്മൾ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നതിലൂടെയും അതുപോലെ സേഫ്റ്റി വശങ്ങളെ കുറിച്ചിട്ട്
എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ പറയുന്ന ആക്സിഡൻസിനുള്ള സാധ്യത അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞ ആക്സിഡൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ക്ലിയർ ആയി പറഞ്ഞത്, അതായത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഡിവൈസസുകള് ഈ പറയുന്ന സേഫ്റ്റി ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നതിലൂടെയും ഈ പറയുന്ന സേഫ്റ്റി ആസ്പെക്ടുകളെ പറ്റിയിട്ട് എംപ്ലോയീസിന് അതിനുള്ള അറിവുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് പരമാവധി എന്ത് ചെയ്യാൻ പറ്റുന്നു? അപകടങ്ങള് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തത് മിനിമൈസസ് കോസ്റ്റ്. നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നോ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത്രത്തോളം നമുക്ക് ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചെലവുകളാണ് നോക്കിയേ. It initially diminishes and finally prevents all the indirect expenditure the organization incurs because of the industrial accidents. അല്ലെ, നമുക്കറിയാം വ്യാവസായികമായിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ചെലവുകള് അല്ലെ, എക്സ്പെൻഡിച്ചർ എല്ലാ തരത്തിലുമുള്ള ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്ന എല്ലാ ചെലവുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടക്കത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാനും വരെ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സുകളോടെ പാലിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും തുടക്കത്തിൽ നമുക്ക് കുറയ്ക്കാനും ഫൈനലി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ. The direct cost such as financial compensation to the injured or the deceased families and the indirect cost such as expense incurred in treatment of the injured employee is minimized. കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഇൻജേർഡ് ആയിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ചിലപ്പോൾ അപകടങ്ങൾ മൂലം ചിലപ്പോ ജീവൻ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ഫാമിലീസിനൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നഷ്ടപരിഹാരം അല്ലെ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള നേരിട്ടുള്ള ചെലവുകളും അതുപോലെ തന്നെ നമ്മള് എംപ്ലോയീസിന്റെ ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം എംപ്ലോയീസ് സേഫ്റ്റി ആണോ അത്രത്തോളം അപകടങ്ങൾ കുറയും. അപകടങ്ങൾ കുറയുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ എക്സ്പെൻഡിച്ചറും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ, മിനിമൈസ് കോസ്റ്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. അതായത് എംപ്ലോയിയുടെ ആ ഒരു കണ്ടന്റ്മെന്റ്, ദാറ്റ് മീൻസ് അവരുടെ ഒരു കോൺഫിഡന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അവരുടെ ഒരു ഡിവോഷൻ. ഡിവോഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഭക്തി എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എംപ്ലോയിക്ക് ആ സ്ഥാപനവുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അത് കുറെ കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതായത് when employees feel safe in their work environment, they feel a sense of motivation and contentment. ശരിയാണ് അല്ലെ? അതായത് ഇപ്പൊ എംപ്ലോയീസിന് അവർ വർക്ക് ചെയ്യുന്ന അവരുടെ വർക്ക് എൻവയോൺമെന്റ് സേഫ് ആണെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവരത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. അവർക്ക് അത് കൂടുതൽ നല്ലൊരു സംതൃപ്തി അവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലെ. അവരുടെ ആ ഒരു വർക്ക് എൻവയോൺമെന്റ് അവർക്ക് സേഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവര് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയും കുറെ കൂടെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് അവരുടെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അല്ലെ. They expect their employers to bestow them with a safe and secure workplace. അത് മാത്രമല്ല അവര് ഈ പറയുന്ന ജീവനക്കാർ അവരുടെ എംപ്ലോയേഴ്സിനോട് അവരുടെ എന്താണ് തൊഴിലുടമകളുടെ അടുത്ത് കുറെ കൂടെ സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് നൽകണമെന്ന് അവർ പ്രേരിപ്പിക്കും അല്ലെ. കാര്യം അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എംപ്ലോയേഴ്സിൽ നിന്നും വളരെ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അവര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, when their expectations are properly met, they feel motivated and contented. കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻസ് അത് ശരിയായ രീതിയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ, മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ കൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് കൂടുതൽ സംതൃപ്തി അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ലീഗൽ കംപ്ലയൻസ് ആണ് കേട്ടോ. അതായത് നിയമവിധേയമായിരിക്കണം. നമ്മൾ ഈ പറയുന്ന എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എംപ്ലോയി സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത്. നമ്മളിപ്പോ തൊട്ട് മുമ്പ് തന്നെ പഠിച്ചത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ നിയമവശങ്ങളാണ് അല്ലെ.
കുറെ ലീഗൽ സെക്ഷൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള ലീഗൽ സെക്ഷൻസുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം എംപ്ലോയി സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. എംപ്ലോയി സേഫ്റ്റി കൺഫോംസ് ടു all the laws governing the security of workers in the work premises. അതായത് നമ്മുടെ ആ ഒരു വർക്ക്, അതായത് ആ ഒരു ജോലി അന്തരീക്ഷത്തിന്റെ ആ സേഫ്റ്റിയുമായിട്ട് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങൾക്കും വിധേയമായി കൊണ്ടാണ് നമ്മൾ എംപ്ലോയിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്, അല്ലെ? കൃത്യമായിട്ട് നിയമവിധേയമായിട്ട് അതിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, പിന്നെന്താണ്? എംപ്ലോയി സേഫ്റ്റി is emphasized in organization in order to keep the employee contented, reduce HR cost and meet legislative needs. അല്ലെ? അപ്പോ നമ്മളൊരു ഓർഗനൈസേഷനില് എംപ്ലോയി സേഫ്റ്റിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാധാന്യം കൊടുക്കുന്നത്. ടു കീപ് ദ എംപ്ലോയി കണ്ടന്റഡ്, അല്ലെ? എംപ്ലോയിനെ കൂടുതൽ സംതൃപ്തമാക്കാനായിട്ട്, അവരെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാനും, അതുപോലെ ടു റെഡ്യൂസ് ദ HR കോസ്റ്റ്, അല്ലെ? HR കോസ്റ്റ് പരമാവധി കുറയ്ക്കാനും, ആൻഡ് മീറ്റ് ലെജിസ്ലേറ്റീവ് നീഡ്സ്, അതിനു പുറമെ നമ്മുടെ നിയമപരമായിട്ടുള്ള എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റിക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഓർഗനൈസേഷന്റെ എംപ്ലോയി സേഫ്റ്റിക്ക് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, നമ്മൾ എംപ്ലോയിയുടെ അവരുടെ സേഫ്റ്റി, ദാറ്റ് മീൻസ് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ HR കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിയമപരമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ് നോക്കി. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആർ ടേക്കൺ അപ്പ് ബൈ ഓർഗനൈസേഷൻ in order to meet the safety requirements mentioned in various employment laws. അല്ലെ? നമ്മൾ പഠിച്ചതാണ് വിവിധ എംപ്ലോയ്മെന്റ് ലോകളുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്തു പോകുന്നത്. എന്തൊക്കെയാണ് എംപ്ലോയ്മെന്റ് ലോസുകൾ? ഏതൊക്കെ എംപ്ലോയ്മെന്റ് ലോകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്? ഒന്ന്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തില് നമ്മൾ ഗ്രീവൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു ലോയാണ്, അല്ലെ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അല്ലെ? 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അല്ലെ? വ്യാവസായിക തർക്ക നിയമം. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, 1948 ESI ആക്ട് കേട്ടോ. അതുപോലെ നമ്മൾ പഠിച്ച ഫാക്ടറീസ് ആക്ട് 1948, 1948 ഫാക്ടറീസ് ആക്ട്. അതുപോലെ 1961 അപ്രന്റീസസ് ആക്ട്. ഇതൊക്കെ എന്താണ്? വിവിധ എംപ്ലോയ്മെന്റ് ലോകളാണ്, അല്ലെ? അപ്പൊ ഈ എംപ്ലോയ്മെന്റ് ആക്ടുകൾ പ്രകാരമുള്ള നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അത്തരം ലീഗൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എംപ്ലോയിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ എംപ്ലോയ്മെന്റ് ലോകളുടെ വർഷങ്ങൾ ഒന്ന് പഠിക്കുക കേട്ടോ. കാര്യം ഇവിടെ വർഷങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതിന് വേണമെങ്കിൽ ചോദിക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഏതാണ് വർഷം? 1947, വ്യാവസായിക തർക്ക നിയമം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. 1947. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് ആ ഒരു ആക്ട് വരുന്നത് കേട്ടോ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. നിങ്ങൾ ESI കേട്ടിട്ടുണ്ടോ? ESI എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫാക്ടറി വർക്കേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേട്ടോ. വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് പരിക്കുകള്, അസുഖങ്ങള്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവാനുകൂല്യങ്ങള്, അതിനൊക്കെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ESI ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫാക്ടറി വർക്കേഴ്സിനാണ് കേട്ടോ. വ്യാവസായിക തൊഴിലാളികള്, കാര്യം അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക, പരിക്കുകൾ ഉണ്ടാവാം. അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ, സ്ത്രീ ജീവനക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രസവാനുകൂല്യങ്ങള്. അപ്പൊ അതിന് ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് പണമായിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും കൂടെ കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ESI ആക്ട്. ESI ആശുപത്രികളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ പിന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ ആളുകൾക്കും, എല്ലാ ഫാക്ടറി തൊഴിലാളികൾക്കും അത് ലഭിക്കില്ല. അതായത് മാസ വരുമാനം 21,000 രൂപയില് താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ESIയുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കേട്ടോ. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് കൂടെയാണ്.
എന്നുവെച്ചാൽ പണമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് ESI ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഫാക്ടറീസ് ആക്ട് ആണ് 1948. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാര്യം എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു ആക്ടിനെ പറ്റിയിട്ടാണ് അല്ലെ. ഫാക്ടറീസ് ആക്ട് 1948. പിന്നെ അപ്രന്റീസസ് ആക്ട് ആണ് കേട്ടോ 1961. അപ്രന്റീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ട്രെയിനീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്രന്റീസുകൾക്കൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആക്ട് ആണ് അപ്രന്റീസസ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ 1961. അപ്പൊ അവിടെ നിന്ന് നിങ്ങളോട് വേണമെങ്കിൽ ആ ആക്ടുകളുടെ വർഷങ്ങൾ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ESI ആക്ടും ഫാക്ടറീസ് ആക്ടും ഒരേ വർഷമാണ് 1948. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, 1961 അപ്രന്റീസസ് ആക്ട് കേട്ടോ. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. അതെ, മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമുക്ക് വ്യാവസായിക ബന്ധങ്ങൾ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. നോക്കാം, എംപ്ലോയി സേഫ്റ്റി ഈസ് ബിലീവ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഫ്രണ്ട്ലിനെസ് ആൻഡ് കോർഡിയൽ എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? എംപ്ലോയി സേഫ്റ്റി വളരെയധികം സഹായിക്കുന്നുണ്ട്. കാരണം ഈ എംപ്ലോയീസിനും ഈ മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എംപ്ലോയി സേഫ്റ്റി സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് safety measures are introduced by the employer in order to keep the workplace healthy and secure for its workforce. അല്ലെ, അതായത് ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച്, ഒരു തൊഴിലുടമയെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും? അവരുടെ വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ മെഷേഴ്സുകളും, എല്ലാ സേഫ്റ്റി മെഷേഴ്സുകളും ആരെടുക്കും? എംപ്ലോയർ എടുക്കും അല്ലെ. അതായത് തൊഴിലുടമകളെ സംബന്ധിച്ച് അവരുടെ ജീവനക്കാർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെഷേഴ്സുകളും എംപ്ലോയർ എന്ത് ചെയ്യും? അവിടെ നടപ്പിലാക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അത് എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോട് in return the employees nurture a positive and motivational outlook towards the organization. അതിന് പകരമായിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും? എംപ്ലോയീസിന് ആ ഒരു സ്ഥാപനത്തിനോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവര് ഓർഗനൈസേഷനോട് കാണിക്കുക. അതങ്ങനെയല്ലേ? അതായത് ഓർഗനൈസേഷൻ എത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കുന്നോ അത്രത്തോളം ജീവനക്കാർക്ക് ആ ഒരു സ്ഥാപനത്തോട് കുറെ കൂടെ ഒരു കമ്മിറ്റഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിവോഷനെ പറ്റി പറഞ്ഞു അല്ലെ. നമ്മുടെ സ്ഥാപനം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമുക്ക് എത്രത്തോളം സേഫ്റ്റി അല്ലെങ്കിൽ എത്രത്തോളം സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ സ്ഥാപനത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് വർദ്ധിക്കും. അതിനോടുള്ളൊരു എന്താണ് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോട് ഉണ്ടാകാം. അതിലൂടെ ഈ പറയുന്ന എംപ്ലോയീസിനും എംപ്ലോയർക്കും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, such an environment in the long run gives that organization a good image and helps in developing peaceful industrial relations. കണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു എൻവയോൺമെന്റ് നമ്മളൊരു ദീർഘനാളത്തേക്ക് അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ഇമേജ് കുറെ കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് മാത്രമല്ല വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമുക്ക് അതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആറാമത്തെ പോയിന്റ് ഇതാണ്, ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം. നമ്മൾ ഈ പറയുന്ന എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകള് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകള് അത് കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കുറച്ചും കൂടെ അത് ഔപചാരികമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് നോക്കിയേ? വിത്ത് എംപ്ലോയി സേഫ്റ്റി employers are able to guide employees to take safety as a system and culture using a constant awareness program. അതായത് നമ്മൾ എംപ്ലോയിയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർച്ചയായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന
അതിനെ നമുക്കൊരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു കൾച്ചറായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോ ഏതൊരു സ്ഥാപനത്തിൽ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ അതൊരു കൾച്ചറായിട്ട് അല്ലെ, അങ്ങനെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതാണ് ഫോർമലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാല് എംപ്ലോയി സേഫ്റ്റി ഒരിക്കലും ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് ഇതിന്റെ ഭാഗമാണ്. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് അത് ഏതൊരു ഫാക്ടറിയിലെയും മറ്റേതൊരു ഓർഗനൈസേഷന്റെ കൾച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി. നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറെ കൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ആരുടെ പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുക? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ പറ്റും. അങ്ങനെ എംപ്ലോയീസ് എത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം ആ ഒരു സ്ഥാപനവും എന്തായിരിക്കും? പ്രൊഡക്റ്റീവ് ആയിരിക്കും ആണല്ലോ. ഓക്കെ, ദ പ്ലാന്റ്സ് ദാറ്റ് ആർ സിഗ്നിഫിക്കന്റ്ലി സേഫ് ടു വർക്ക് ആർ മോർ എഫിഷ്യന്റ്. അതായത് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ, ദാറ്റ് മീൻസ് അത്തരത്തിലുള്ള ഫാക്ടറികള് അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ എഫിഷ്യന്റ്. അത് കുറെ കൂടെ എഫിഷ്യന്റ് ആയിരിക്കും. കാര്യം എന്താണ്? എംപ്ലോയീസ് ഇൻ സച്ച് പ്ലാന്റ്സ് ആർ മോർ പ്രൊഡക്റ്റീവ് അല്ലെ. അപ്പം അത്തരം പ്ലാന്റുകളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് അവർ കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും ആൻഡ് ക്യാൻ ഇൻവെസ്റ്റ് മോർ ടൈം ഇൻ എൻഹാൻസിംഗ് ദ വർക്ക് ക്വാളിറ്റി. അവരുടെ ആ ഒരു വർക്ക് ക്വാളിറ്റി നല്ല രീതിയിൽ എന്താണ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അവർക്ക് കൂടുതൽ സമയം അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവര് പ്രൊഡക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ അവർക്ക് അത് സേഫ് ആയിരിക്കും, ഹെൽത്ത് വൈസ് ആയിട്ടും അല്ലാതെ അവർ വളരെ സേഫ് ആയിരിക്കും. അപ്പൊ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കുറെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു വർക്കിലോട്ട് വരാനായിട്ട് കൂടുതൽ സമയം അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. And they do not need to be anxious about their security and interest. അത് മാത്രമല്ല അവരുടെ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഒരിക്കലും ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. കാര്യം എല്ലാം വളരെ സേഫ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാല് ബൂസ്റ്റ് എംപ്ലോയി മൊറാലി. അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. എന്താണ്? എംപ്ലോയി സേഫ്റ്റി ഈസ് വാല്യൂഡ് ഓൺ മോറൽ ഗ്രൗണ്ട്സ് ആസ് വെൽ. ഈ എംപ്ലോയി സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു വശം കൂടെയുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുമ്പോൾ അതൊരു ലീഗൽ റിക്വയർമെന്റ് കൂടെയാണ്. അത് മാത്രമല്ല അതെന്താണ്? അതിനൊരു മോറൽ സൈഡ് കൂടിയുണ്ട്. എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് അതിനൊരു ധാർമ്മികമായിട്ടുള്ള ഒരു വാല്യൂ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം എന്താണ്? When an accident occurs, it brings with itself lots of pain and sufferings for the victim as well as his family. ഇപ്പോ ഒരു ആക്സിഡന്റ് സംഭവിക്കാന്ന് വിചാരിക്കാം. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിക്ടിമിനെ മാത്രമല്ല വിക്ടിമിന്റെ ഫാമിലിക്കും ഒരുപാട് വേദന ഉണ്ടാക്കും, അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കും അല്ലെ. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് their employees are not exposed to this suffering. അതുകൊണ്ട് തന്നെ മാനേജർമാര് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ എംപ്ലോയർമാര് അവരുടെ ജീവനക്കാര് അത്തരം സഫറിങ്സിന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അവരത് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ആര് ചെയ്യണം? നമ്മുടെ ഈ പറയുന്ന എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് ചെയ്തിരിക്കണം. വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ഫാക്ടറീസ് ആർ യൂഷ്വലി bread earners of their families and the welfare and joy of their family depends on their well-being. അതായത് ഇങ്ങനെ ഈ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അവര് ഒരുപക്ഷെ എന്നല്ല അവരവരുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗക്കാരാണ്. അവരാണ് അവരുടെ ഉപജീവന മാർഗം അല്ലെ. അവര് ജോലി ചെയ്തിട്ടാണ് അവരുടെ കുടുംബത്തിനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ക്ഷേമം എന്ന് പറഞ്ഞാല് അവരുടെ എന്താണ് ഉപജീവന മാർഗമായിട്ടുള്ള ആ എംപ്ലോയീസിന്റെ ക്ഷേമത്തിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. അവർ എത്രത്തോളം സേഫ് ആണോ അത്രത്തോളം അവരുടെ ഫാമിലി എന്തായിരിക്കും? അവര് കുറെ കൂടെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് എന്തൊക്കെയാണ്? അവോയ്ഡിങ് ആക്സിഡൻസ്. നമുക്ക് ആക്സിഡൻസുകൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. മിനിമൈസ് ദ കോസ്റ്റ്, ചെലവ് കുറയ്ക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ എംപ്ലോയിയുടെ സംതൃപ്തി, ആ ഒരു കമ്മിറ്റ്മെന്റ് അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ എല്ലാ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്
ഇറ്റ് ഇസ് എ ലീഗൽ കംപ്ലൈൻസ് ആണ്. ഇത് നിയമവിധേയമായിരിക്കണം. അതിന് നിയമവിധേയമായിട്ടാണ് നമ്മൾ എംപ്ലോയിയുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നത്. അതുപോലെ തന്നെ വ്യാവസായിക ബന്ധങ്ങൾ കുറേയും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. എംപ്ലോയീസിന്റെ സേഫ്റ്റി പ്രോസസ്സും പ്രോഗ്രാംസുകളും കുറേയും കൂടെ ഔപചാരികമാക്കാൻ സാധിക്കുന്നു. അതുപോലെ അത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ എംപ്ലോയിയുടെ ആ ഒരു മൊറാലി, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു മനോവീര്യം അത് ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? ഇതോടുകൂടിയിട്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ാണല്ലോ. അപ്പൊ എന്റെ ചാപ്റ്റേഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 2 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തത്. ഒന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ ഗ്രീവൻസ് കേട്ടോ. ഈ 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ ഇനി നമുക്ക് ഇനി വരുന്ന നെക്സ്റ്റ് ക്ലാസ്സുകളില്, ഇനി ആഴ്ചയിൽ ആകെ ഒരു ക്ലാസ്സല്ലേ വരുന്നുള്ളൂ. അപ്പൊ ആ ക്ലാസ്സുകളില് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മള് പഠിച്ച 2 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു റിവിഷൻ ഞാൻ പറയുന്നില്ല, നമുക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ആ ഒരു മോഡലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. എന്തായാലും നിങ്ങൾ ടേം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് എക്സാമും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ മോഡൽ തന്നെയാണ്. പിന്നെ നമ്മൾ എനിക്കൊന്ന് ഗ്രീവൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ക്ലാസ് വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്? എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ. അന്ന് തുടക്കമാണ്. അപ്പൊ ഈ ഒരു വർഷം പുതിയ പുതിയ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പഠന കാര്യത്തിലായാലും നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായി കഴിഞ്ഞാലും ഒക്കെ മനുഷ്യന് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇതിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ എല്ലാ പോരായ്മകളും മാറ്റി നമ്മളൊരു പുതിയൊരു തുടക്കം ഇന്ന് നടത്താം കേട്ടോ. അത് നടത്തിയാൽ മാത്രം പോരാ, അതെന്നും ഈ വർഷം നമ്മള് കണ്ടിന്യൂ ചെയ്ത് പോകാനും ശ്രദ്ധിക്കാം കേട്ടോ. വേറെ സമാധാനമായിട്ടുള്ള ഒരു വർഷമാവട്ടെ. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നടത്താം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ശരിയല്ലോ.